എനിക്കേറ്റ മുറിവുകൾ പൊറുക്കുവാൻ നീ തന്ന വചനങ്ങളെത്രയോ വിലപ്പെട്ടത്. ഉദ്ധാരത്തിന് ശേഷം യേശു തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓടി നടന്ന് കാണുകയാണ്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കെല്ലാവർക്കും വ്യത്യസ്തമായ ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഭയന്ന് വിറച്ചു എന്നാണ് അന്നത്തെ ഗോസ്പലിൽ പറയുന്നത്. കാരണം അവർ കരുതി ഇത് ഭൂതമാണെന്നാണ്. അത്ര പെട്ടെന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശുവോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്നിട്ട് യേശു പറയും, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്ന കാര്യം എന്താണ്? യേശു ഒരു കാര്യം മനസ്സിലായി, അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയൊരു അത്ഭുതം, വലിയൊരു സത്യം, അത് റിയലൈസ് ചെയ്യാൻ തക്ക വിധത്തിൽ അവരുടെ ഹൃദയം പാകപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശു പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവരെങ്ങനെ വിശ്വസിപ്പിക്കും? ഇവിടുന്ന് യേശു കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ കൈകളും കാലുകളുമാണ്. അവിടെ നോക്കുമ്പോൾ അവിടെ അതേ മുറിവുകളുണ്ട്, അതേ മാംസവും അതേ അസ്ഥികളോടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ രൂപവും ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ രൂപം വളരെ പ്രസന്നമാണ്. പക്ഷേ വളരെ മനോഹരമായ ആ രൂപത്തിലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ അപ്പോഴും ബാക്കിയായി നിൽക്കും. അതാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഏറ്റവും നല്ല ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നതിൻ്റെ തെളിവിൽ അവൻ്റെ ശരീരത്തിൽ അപ്പോഴും മാറ്റമില്ലാതിരുന്നത് മുറിവുകളാണ്. ചില തിരുമുറിവുകളൊക്കെ അപ്പോഴും ശരീരത്തിൽ ബാക്കിയായി നിൽപ്പുണ്ടായിരുന്നു. ആ മുറിവുകളെ അവൻ ഏറ്റവും നിധി പോലെ കാത്തു സൂക്ഷിച്ചു. നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കണ്ണുനീരിന് ശേഷവും ഒരാനന്ദത്തിൻ്റെ കാലഘട്ടമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നല്ല ജീവിതത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദനകളുടെ ഓർമ്മകൾ നമുക്കുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ച് കടന്നുപോയ ഒത്തിരി സങ്കടങ്ങളുടെ കഥകൾ നമുക്കുണ്ട്. നമ്മൾ അനുഭവിച്ച വെല്ലുവിളികളുടെയും തരണം ചെയ്ത വലിയ പ്രശ്നങ്ങളുടെയും ഓർമ്മകൾ നമുക്കുണ്ട്. ഈ ഓർമ്മയും ഈ അനുഭവങ്ങളുമാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കി മാറ്റിയത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളും വേദനകളുമാണ് ഇന്ന് ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ചില മുറിവുകളൊക്കെ നല്ലതാണ്. പണ്ട് സർഫ് എക്സലിൻ്റെ പരസ്യത്തിൽ പറഞ്ഞില്ലേ, കറ നല്ലതാണെന്ന്. അതുപോലെ തന്നെയാണ് ചില മുറിവുകളൊക്കെ നല്ലതാണ്. കാരണം ഇനിയുള്ള യാത്രക്കിടയിൽ ഒരിക്കൽ പോലും വീഴാതിരിക്കാൻ, പതറാതിരിക്കാൻ, പതറിക്കഴിയുമ്പോൾ പഴയ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ചും കൂടി നന്നായി ജീവിക്കാൻ ചില മുറിവുകളൊക്കെ ജീവിതത്തിൽ നല്ലതാണ്. ചില ഓർമ്മകളൊക്കെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളെ നല്ലതെന്ന് കരുതിക്കൊള്ളുക. കാരണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഈ ഓർമ്മകളും ഈ അനുഭവങ്ങളും ഒരിക്കലും തുണയ്ക്കാതിരിക്കില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കേറ്റ മുറിവുകൾ പൊറുക്കുവാൻ നീ തന്ന വചനങ്ങളെത്രയോ വിലപ്പെട്ടത്. എൻ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുവാൻ നീ തന്ന സ്തുതികളിന്നെത്രയോ വിലപ്പെട്ടത്. നിന്റെ തിരുനാമമെത്രയോ വിലപ്പെട്ടത്. നിൻ തിരുരൂപമെത്രയോ വിലപ്പെട്ടത്. എനിക്കേറ്റ മുറിവുകൾ. മാനുഷകുലത്തിൻ്റെ മാലിന്യം പോക്കുവാൻ മഹിതേ വന്ന മനുകുല പാലക. മാനുഷകുലത്തിൻ്റെ മാലിന്യം പോക്കുവാൻ മഹിതേ വന്ന മനുകുല പാലക. എനിക്കായി നീ തന്ന രക്തവും മാംസവും മറക്കുവാനാവുമോ? ദൈവപുത്ര, നിന്റെ
സാന്ത്വനമെത്രയോ വിലപ്പെട്ടത്. എനിക്കേറ്റ മുറിവുകൾ ഓർക്കുവാൻ നീ തന്ന വചനങ്ങളെത്രയോ വിലപ്പെട്ടത്. എനിക്കേറ്റ മുറിവുകൾ. സ്നേഹസ്വരൂപനാം യേശുനാഥ നിൻ പാതേ വരുന്നിതാ അശരണൻ ഞാൻ. സ്നേഹസ്വരൂപനാം യേശുനാഥ നിൻ പാതേ വരുന്നിതാ അശരണൻ ഞാൻ. എനിക്കായി നീ തന്ന നിൻ മറക്കുവാനാവുമോ യേശുനാഥ? നിന്റെ തിരുസ്നേഹമെത്രയോ വിലപ്പെട്ടത്. എനിക്കേറ്റ മുറിവുകൾ ഓർക്കുവാൻ നീ തന്ന വചനങ്ങളെത്രയോ വിലപ്പെട്ടത്. എൻ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുവാൻ നീ തന്ന സ്തുതികളിന്നെത്രയോ വിലപ്പെട്ടത്. നിന്റെ തിരുനാമമെത്രയോ വിലപ്പെട്ടത്. നിൻ തിരുരൂപമെത്രയോ വിലപ്പെട്ടത്. എനിക്കേറ്റ